5 ജില്ലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എത്തിച്ച് സംസ്കരിക്കുന്നതിനുള്ള മാലിന്യ പ്ലാന്റ് ഏരൂർ പഞ്ചായത്തിലെ പത്തടി വാർഡിൽ വൈദിഗിരി എസ്റ്റേറ്റിൽ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശത്ത് വീണ്ടും പ്രതിഷേധമുയരുന്നു. പ്രദേശത്ത് മാലിന്യ പ്ലാന്റ് വരില്ലെന്ന ഉറപ്പുകൾ ലഭിച്ചെങ്കിലും കഴിഞ്ഞ ആഴ്ച കളക്ടറേറ്റിൽ ഭൂവുടമകളുമായുള്ള യോഗം തീരുമാനിച്ചതോടെ പ്രദേശവാസികൾ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ്. ഭരണതലത്തിൽ മാലിന്യ പ്ലാന്റിനായുള്ള അണിയറ നീക്കം നടക്കുന്നുവെന്ന് പുറത്തായതോടെ വലിയ ജാഗ്രതയിലും അമർഷത്തിലുമാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം പത്തടിയിൽ ചേർന്ന UDF യോഗം വീണ്ടും പ്രതിഷേധ സമരങ്ങൾ ആരംഭിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. UDF യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ തുടക്കം മുതൽ UDF പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയുകയാണെന്നും നീക്കത്തിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയും കോടികളുടെ പണമിടപാടുള്ളതായും ഏരൂർ സുഭാഷ് ആരോപിച്ചു. പ്രദേശത്ത് സമരപ്പന്തൽ വീണ്ടും ഉയരും. MLA ഉൾപ്പെടെ ഇടതു നേതാക്കൾ പറഞ്ഞ ഉറപ്പെല്ലാം പാഴ്വാക്കായി. ഉടൻ പ്രതിഷേധ യോഗം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും ഏരൂർ സുഭാഷ് കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട പുനലൂർ MLAയും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹനും ഒക്കെ ആ പദ്ധതിയിൽ വന്നൊരു ഉറപ്പ് നൽകി, ഈ മാലിന്യ പ്ലാന്റ് ഇനി ഇവിടെ വരില്ല, ഈ സമരസമിതിയുടെ ആവശ്യം ഇനി ഇവിടെ ഇല്ല, ഞങ്ങളാണ് ഉറപ്പ് നൽകുന്നത്, ഞങ്ങളാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്, ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമാണ്, ഞങ്ങൾ പറയുന്നു ഈ പ്രദേശത്തിന് ഈ മാലിന്യ സംസ്കരണ സംഭരണ പ്ലാന്റ് വരില്ല എന്നവർ പറഞ്ഞു. സ്വാഭാവികമായും സാധാരണക്കാർ വിശ്വസിക്കും. ഒരു MLA, ഒരു ജനപ്രതിനിധി, അദ്ദേഹം ഉറപ്പ് നൽകുന്നു. അദ്ദേഹത്തിനോടൊപ്പം ആ പാർട്ടിയുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പാർട്ടി CPIM-ന്റെ ഈ പ്രദേശത്തെ നേതാവ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ഉറപ്പ് നൽകുന്നു. അവരോടൊപ്പം നിൽക്കുന്ന പാവപ്പെട്ട ആളുകളും അത് വിശ്വസിച്ചു പോകുന്നതിൽ തെറ്റില്ല. അപ്പൊ ഇത് വരത്തില്ല എന്ന് ഈ പാവങ്ങളെ പറഞ്ഞ് വിശ്വസിച്ചു. ഇത് കോൺഗ്രസുകാർക്കെതിരായി UDF-ന്റെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള പരിപാടികളാണ് നടക്കുന്നത് എന്ന്. പക്ഷേ നമ്മൾ സമരത്തിൽ നിന്നും പിന്മാറിയില്ല. നമ്മൾ കളക്ടറെ കാണുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിവേദനങ്ങൾ അയക്കുകയും അങ്ങനെ ഒരുപാട് നമ്മളെ കൊണ്ട് പറ്റുന്ന അത് തന്നെ പ്രതിപക്ഷ നേതാവിനെ അടക്കം കണ്ടുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് പരാതി കൊടുത്തു. അങ്ങനെ നിരവധി പരാതികൾ കൊടുത്ത് നമ്മൾ സമരരംഗത്ത് നിന്ന് ഉറച്ചു. നേതാക്കളായ കുളത്തൂപ്പുഴ സലീം, പത്തടി സുലൈമാൻ, ദുനൂബ് കുട്ടി, ഗീവർഗീസ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം ആക്ഷൻ കൗൺസിലും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന ഏതൊരു സമരങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നൽകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതൃത്വവും UDF-ഉം സമരത്തിന് പിന്തുണ നൽകുകയും തുടർ സമരങ്ങൾ ആലോചിക്കുകയും ചെയ്യുമ്പോഴും മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്താൻ ഇടതുമുന്നണി നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നാട്ടുവാർത്ത, അഞ്ചൽ.